ദുരന്തത്തിനു ശേഷം കൽപ്പറ്റയിലേക്ക് വാടകയ്ക്ക് താമസം മാറിയതോടെയാണ് ടൗണിലെ റോഡരികിൽ ഉപജീവനമാർഗമായി ആസിയയും കുടുംബവും തട്ടുകട ആരംഭിച്ചത്. സന്നദ്ധ സംഘടനകളാണ് തട്ടുകട നിർമ്മിച്ചു നൽകിയത്. ചൂരൽമലക്കാരുടെ തട്ടുകട എന്ന പേരിലായിരുന്നു കട നടത്തിയിരുന്നത്. വൈകുന്നേരം 6 മണി മുതലായിരുന്നു കടയുടെ പ്രവർത്തനം. കഴിഞ്ഞ ദിവസവും കട പ്രവർത്തിച്ചിരുന്നു. എന്നാൽ ഇരുട്ടിന്റെ മറവിൽ നഗരസഭാ അധികൃതർ പൊളിച്ചുമാറ്റിയെന്നാണ് പരാതി. അത് പൊട്ടിച്ചിട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത്. പിന്നെ ടേബിള് കാര്യങ്ങൾ ഇതൊക്കെ ഞങ്ങൾ പുതിയത് വാങ്ങിയത്, കടം വാങ്ങിയതാണ്. ഇത് അന്നാണ് കച്ചവടം ചെയ്തിട്ടാണ് ഞങ്ങൾ ആ പൈസയൊക്കെ വീട്ടുന്നത്. ഞങ്ങൾ വീട്ടിലെടുക്കാൻ ഒന്നുമില്ല. ഞങ്ങൾക്ക് അന്നാണ് ജീവിച്ചു പോകാനുള്ള ഒരു വരുമാനത്തിന് വേണ്ടി തുടങ്ങിയത്. നിലവിൽ ആസിയയും കുടുംബവും മുണ്ടേരിയിലെ സർക്കാർ ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. ഏക വരുമാനമാർഗം നിലയ്ക്കപ്പെട്ടതോടെ എന്തു ചെയ്യുമെന്ന അവസ്ഥയിലാണ് ഈ കുടുംബം. ഒരു വരുമാനമില്ല, ഒരു വരുമാനം ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് തന്നെ ഉള്ള വരുമാനം. ഞങ്ങൾക്ക് ജനുവരിയിലാണ് ഞങ്ങൾക്ക് കട ഇട്ട് തന്നത്, സംഘടനക്കാരിട്ട് തന്ന കടയാണ്. തട്ടുകട നടത്തിയിരുന്ന വാഹനവും നഗരസഭാ അധികൃതർ പിടിച്ചെടുത്തിട്ടുണ്ട്. അതേസമയം കടയിൽ നിന്ന് സ്കൂളിലേക്ക് മാലിന്യം തള്ളിയെന്ന പരാതിയുണ്ടെന്നും അതാണ് കട പൊളിച്ചു മാറ്റിയതെന്നുമാണ് നഗരസഭയുടെ വാദം.